നിങ്ങളുടെ ജീവിതം വളരെ കഷ്ടത്തിലാണോ മുന്നോട്ട് പോകുന്നത്? അതോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ പെട്ട് കിടക്കുകയാണോ? ഒരിക്കലും എനിക്ക് ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന ഒരു ചിന്തയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ പെട്ടുപോയിട്ടുണ്ടോ? അതോ പെട്ട് കിടക്കുകയാണോ? ഇനി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ പ്രോബ്ലം എത്ര വലുതായാലും എത്ര ചെറുതായാലും എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രോബ്ലത്തിൽ നിന്നും ആ പ്രശ്നങ്ങൾക്ക് നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴി നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ എങ്ങനെ യൂട്ടിലൈസ് ആക്കിക്കൊണ്ട് അതിൽ നിന്നും ഓവർകം ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാൻ ഉറപ്പായി പറയുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. അതുകൊണ്ട് മുഴുവനും കാണുക. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്നത് അക്സെപ്റ്റ് ആൻഡ് എക്സ്പ്രസ് യുവർ ഇമോഷൻസ് ആണ്. അതായത് നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ആ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഇമോഷൻസിൽ നിന്നും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. എന്താണെന്ന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നിങ്ങളൊരവസ്ഥ മോശാവസ്ഥയിലായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല അവസ്ഥയിലിരിക്കുന്നതായിക്കോട്ടെ, ഏതവസ്ഥയിൽ നിന്നാലും നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതിനെ തിരിച്ചറിയണം ഓരോ നിമിഷവും. അതായത് ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നല്ലൊരു മൂഡിലാണ് ഇരിക്കുന്നത്, വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് എന്തായിരിക്കും? വളരെ സന്തോഷത്തായിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും, വളരെ എൻജോയ് ചെയ്യുന്നൊരു മൊമെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ചുറ്റും എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞിരിപ്പുണ്ടാവും. ആ സമയത്ത് ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണുള്ളത്, ആ ഇമോഷൻസുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കിട്ടിയിട്ടുള്ള ഇമോഷൻസിന് നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് അത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് പൂർണ്ണമായിട്ടും നമ്മൾ ഹാപ്പിനെസ്സിൽ തന്നെ നിൽക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെയല്ല, നിങ്ങളൊരു മോശാവസ്ഥയിലാണ്, സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്, ദേഷ്യത്തിലാണ് എങ്കിൽ ആ സമയത്ത് നമ്മുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ എങ്ങനെയാ? സങ്കടത്തിലായിരിക്കും, ദേഷ്യപ്പെടും, എപ്പോഴും ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവത്തില്ല, ടെൻസ്ഡ് ആയിരിക്കും. ഇത് പിന്നീട് എന്ത് ചെയ്യും? ഒരു രോഗമായി മാറും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിൽക്കുമ്പം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് ഏത് ടൈപ്പിലായിരിക്കണം? നമ്മൾ നേരത്തെ പോസിറ്റിവിറ്റിയിൽ നിന്ന സമയത്തുള്ള ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആ ഒരു കൂളായിട്ടുള്ള മെൻറ്റാലിറ്റി, പോസിറ്റിവിറ്റി, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യണം. ഇച്ചിരി പാടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യണം. ഏതിനാ? ആ പോസിറ്റിവിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ശ്രദ്ധിച്ചു കേൾക്കുക, ഒരിക്കലും നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഞാനാണ് ഈ പ്രോബ്ലത്തിന് എല്ലാ കാരണം, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ആവത്തില്ലായിരുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാണ് കാരണം. അങ്ങനെ ഒരിക്കലും നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യരുത്. നിങ്ങൾ ഒരു പക്ഷേ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ കാരണം, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എല്ലാ പ്രോബ്ലത്തിനും ഞാനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഒരു നെഗറ്റിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉള്ള പ്രശ്നങ്ങളെക്കാളും നാളെ പ്രശ്നങ്ങൾ കൂടി വരത്തുള്ളൂ. കാര്യം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ആ തരത്തിലുള്ളതാണ്. എനിക്കറിയാലോ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയൊരു കാര്യത്തിൽ നമുക്കെന്തോ തെറ്റുപറ്റി. ഇനി അത് ചെയ്യേണ്ടത് എന്താ? സൊല്യൂഷൻ കണ്ടെത്തുക. വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാലോ ആ തെറ്റിയെ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കാം, ഞാനിന്ന് എങ്ങനെ ആയിരുന്നു, എൻ്റെ ഇമോഷൻസോ ഫീലിങ്സൊക്കെ എങ്ങനെയായിരുന്നു, എൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡയറി എടുക്കുക. ഡയറിയിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇതിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ കൃത്യമായ ഡയറി എഴുതുക. നിങ്ങൾക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ സങ്കടപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും സൊല്യൂഷൻ കണ്ടെത്തി ആ സൊല്യൂഷൻ, അതായത് അവിടെ നിന്ന് ആ പ്രോബ്ലത്തെ റിക്കവറി ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ എഴുതണം, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് യുവർ എൻവയറമെൻറ്റ്. അതായത് നമ്മുടെ ചുറ്റുപാടും നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പം ഒന്നുകിൽ നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പം അതിൽ ചിലപ്പോൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കാം, മേ ബി ചിലപ്പം നെഗറ്റീവായിട്ട് നടക്കാം.
ഇനി അങ്ങനെയല്ല, മറ്റൊരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി വളരെ കൂടുതലായിട്ട് നെഗറ്റിവിറ്റിയിലാണ് എങ്കിൽ ചിന്തിക്കുന്നത് മൊത്തവും നെഗറ്റിവിറ്റിയെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവിനെ കുറിച്ചായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ആ മൈൻഡിന് ഇഷ്ടമുള്ളതുപോലെ പെരുമാറും അല്ലെങ്കിൽ ചിന്തിക്കും. ഒരു പക്ഷേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്തേനെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഓവറായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ, ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ അത്രമാത്രം നിങ്ങളുടെ നെഗറ്റിവിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്, യാത്രകൾ ചെയ്യുക. യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ തരും. ഉറപ്പായും നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനും സാധിക്കും. ചില ആൾക്കാർ പറയും, എനിക്ക് യാത്രകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, യാത്രകൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്, അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഈ ഒരു ചുറ്റുപാടിനെ ചേഞ്ച് ചെയ്യണത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവർക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ പാട്ട് കേൾക്കാൻ വളരെ ഇഷ്ടമായിരിക്കും എങ്കിൽ ഒരു ഹെഡ്സെറ്റ് വെച്ച് നല്ലപോലെ കുറച്ച് വോളിയം കൂട്ടി പാട്ട് നല്ലപോലെ ആസ്വദിക്കൂ. അതുകൊണ്ട് തന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ട് കേട്ട് തുടങ്ങുന്നത് മുതൽ നിങ്ങളുടെ ശ്രദ്ധ ആ പ്രോബ്ലത്തിൽ നിന്നും പതുക്കെ പാട്ടിലേക്ക് ശ്രദ്ധ കൊടുക്കും. അങ്ങനെ ഫീൽ ചെയ്യുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ റിക്കവറി ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഈ ചുറ്റുപാടും ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് നിങ്ങളെ പ്രോബ്ലം മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഇതൊക്കെ ചെയ്തുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലത്തിൽ കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ തരാനായിട്ട് ഇതിനൊക്കെ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ്. എപ്പോഴാണോ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, അതായത് നന്ദിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം നമ്മൾ ഇല്ലായ്മകളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കത്തില്ല. അറിയാമല്ലോ, നമ്മളെപ്പോഴും ജീവിക്കുന്നത്, ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ജീവിക്കുന്നത് പാസ്റ്റിൽ നടന്നു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ആങ്സൈറ്റി ദുഃഖിക്കുന്നു. സോ അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം, നന്ദിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം എന്തൊക്കെയാണോ ഉള്ളത് അതിനൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തും, അതിലൊക്കെ നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങും. ആണെങ്കിലും ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പ്രോബ്ലം എത്തിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നന്ദി പറയുന്നത്, എങ്ങനെയാണ് ആ ഗ്രാറ്റിറ്റ്യൂഡിൽ ഫീൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ 2 പോയിന്റ്സ് കൃത്യമായിട്ടും അത് മനസ്സിലാക്കി ആപ്ലിക്കബിൾ ആക്കി കൊണ്ടുവന്നതിന് ഗുണം, ആ പ്രോബ്ലത്തിൻ്റെ പകുതി പ്രോബ്ലംസും സോൾവ് ആവും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാജുവലി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക്, അതായത് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അറിയാമല്ലോ, തുടക്കത്തിലെ എല്ലാ കാര്യവും കുറച്ച് ഭാരമായിട്ട് തോന്നും, പക്ഷെ ഉറപ്പായിട്ടും കൺസിസ്റ്റൻസിയോട് കൂടി തന്നെ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്ത് വരിക. നോക്കിയപ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു ദിവസം വളരെ ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ സങ്കടത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, പേന എടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്തിനൊക്കെ നന്ദിയുള്ളവരാണെന്ന് ജസ്റ്റ് എഴുതുക. മേ ബി ലവേഴ്സിന് നന്ദിയുള്ളവരാവാം, കുടുംബത്തിൽ നന്ദിയുള്ളവരാവാം, ഭാര്യയിൽ നന്ദിയുള്ളവരാവാം, ജോലിയിൽ നന്ദിയുള്ളവരാവാം. സോ അത് കൃത്യമായിട്ട് 1, 2, 3 എന്ന് എഴുതുക. ഓരോ തവണ എഴുതുമ്പോഴും നിങ്ങളുടെ ആ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഉറപ്പായും എന്ത് ചെയ്യും, ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി 4ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ടേക്ക് ആക്ഷൻ. അതായത് നിങ്ങളുടെ പ്രോബ്ലത്തിന് അനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. എന്തിലേക്കാ? സൊല്യൂഷൻ നോക്കുക. അറിയാലോ, വേർ ദ ഫോക്കസ് ഗോസ് എനർജി ഫ്ലോസ് എന്നാ. അപ്പം നിങ്ങളുടെ ഫോക്കസ് പ്രോബ്ലത്തിലാണ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം എന്ത് ചെയ്യും, വലുതായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് സൊല്യൂഷനിലേക്കാണ്, അതിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞു പോയ 3 പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പ്രശ്നമൊക്കെ വളരെ ചെറിയ പ്രശ്നമാണെന്ന് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. സത്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ പ്രോബ്ലത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായും അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുത്തേ മതിയാകത്തുള്ളൂ. വെറുതെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആക്ഷൻസ് എടുത്തേ പറ്റുള്ളൂ. സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തണം. കാര്യം അതിനുള്ള ആൻസർ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. പ്ലാനിനെ നമ്മൾ എന്ത് ചെയ്യണം, മാനിഫെസ്റ്റേഷൻ ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ആക്ഷൻ കിട്ടും. ആ ആക്ഷനെ നമ്മൾ ഐഡിയപരമായിട്ട് എടുത്തിട്ട് അതിനു വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അത് നേടിയെടുക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ കുറച്ച് പണം വാങ്ങിച്ചു, അതിൽ കടത്തിലായിപ്പോയി. സോ ഈ കടം വീട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഒരു ആക്ഷൻസ് എടുക്കണം. സോ ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കും. പ്ലാൻ എങ്ങനെ തയ്യാറാക്കണേ, എത്ര രൂപ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം. അതിനുശേഷം പണം കണ്ടെത്തണം. സോ പണം കണ്ടെത്താനുള്ള വഴികൾ എന്താണ്, എൻ്റെ
എൻ്റെ സ്കിൽ, എൻ്റെ ഐഡിയാസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എങ്ങനെ വളരെ വേഗം പണമുണ്ടാക്കാം, ഏതൊക്കെ വഴിയിലൂടെ പണമുണ്ടാക്കാം, നേരായ വഴിയിലൂടെ എങ്ങനെയൊക്കെ പണമുണ്ടാക്കാം, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം വിഷ്വലൈസേഷൻ ചെയ്യുക, അഫർമേഷൻസ് കൊടുക്കുക, അതിനോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞ് കൃത്യമായിട്ട് മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഏത് ടെക്നിക്സ് ആണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അവർ സ്വയം ചോദിക്കും, എന്നാലും ചില ആൾക്കാർ മറ്റൊരാൾക്കാർ ചോദിക്കും, എൻ്റെ ഫാമിലിക്കും എന്നായിരിക്കും സന്തോഷമായിട്ട് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റുക എന്ന്. സോ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാണോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. സോ ഇന്നെടുക്കുന്ന ആക്ഷൻസ് ആണ് നാളത്തെ റിസൾട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസത്തിൻ്റെ ഹിസ്റ്ററി എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കുകയും ചെയ്യാം. അതുപോലെ എല്ലാ ആൾക്കാർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാവട്ടെ. താങ്ക് യു.